ആ പ്രതികരണത്തിലേക്ക്. എന്തോ വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല സാറേ. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ. അതെ, നോക്കാം. അയ്യപ്പൻ നോക്കിയോളൂ. ഈ കടകംപള്ളിയാണോ ദൈവതുല്യൻ? കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല. തീനികളല്ല എന്ന് പറയുകയായിരുന്നു പത്മകുമാർ. ആരെ ഉദ്ദേശമാണെന്ന് വ്യക്തമല്ല. ബലിയാടാക്കാണെന്ന ചോദ്യത്തിന് നമുക്ക് നോക്കാം എന്നാണ് പത്മകുമാർ പറയുന്നത്. എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും എന്നുകൂടി പറയുന്നുണ്ട് പത്മകുമാർ. വേട്ടനായ്ക്കളല്ല, ശവന്തീനികളല്ല എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ആരെ ഉദ്ദേശിച്ച് പറയുന്നതാണ് പത്മകുമാർ എന്ന കാര്യം അറിയുകയുമില്ല. അരുൺ തുടരുന്നിടത്ത് അരുൺ പറഞ്ഞോളൂ. ഈ വേട്ടനായ്ക്കളല്ല, ശവന്തീനികളല്ല എന്നൊക്കെ പത്മകുമാർ പറയുന്ന ആരെയാണ് അരുൺ? തുടക്കം മുതൽ തന്നെ പത്മകുമാറിന്റെ ഈ വിഷയത്തിൽ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ പത്മകുമാർ അന്നു മുതൽ ഒരു മൗനമാണ് മുന്നോട്ട് സ്വീകരിച്ചത്. പക്ഷേ ഇക്കട്ടത്തിൽ ഇപ്പോൾ പത്മകുമാർ പ്രതികരണത്തിന് കൂടി തയ്യാറാവുകയാണ്. സ്വാഭാവികമായി ഇതിന്റെ പ്രതികരണം തേടുമ്പോഴെല്ലാം പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് വളരെ വൈരാഗ്യ ബുദ്ധിയോടുള്ള അല്ലെങ്കിൽ വളരെ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇക്കട്ടത്തിലും അതേ നിലപാട് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. ശവന്തന്യങ്ങളല്ല, എന്തായാലും ഇക്കാര്യത്തിൽ ഈ പക വീട്ടുകയാണോ, ഇക്കാര്യത്തിൽ ഒരു പ്രതികാര ബുദ്ധി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ നോക്കാം, എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും, തന്നെ അയ്യപ്പൻ രക്ഷിക്കും എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ പത്മകുമാർ പറഞ്ഞതും അതുതന്നെയായിരുന്നു. തനിക്ക് ബലിയാടാക്കുകയാണോ എന്ന ചോദ്യത്തിന് ബലിയാടാക്കുക അല്ല എന്ന് പറഞ്ഞില്ല, നോക്കാം എന്നൊക്കെയാ പറയുന്നത്. അതെ, തീർച്ചയായും പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഒരു ഒഴുക്കൻ മട്ടാണ്. അത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഹാഷ്മി അറിയാം. കാരണം ഇതിൽ ഈ തുടക്കത്തിൽ ഈ കേസ് ഉണ്ടാവുന്ന ഘട്ടത്തിൽ തന്നെ ദൈവതുല്യരായുള്ള ചിലർ ദൈവതുല്യരായുള്ളവർ സംരക്ഷിക്കും അക്കാര്യത്തിലടക്കം പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നതാണ്. പത്മകുമാർ ഇനിയും കുറെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പറയും എന്നുള്ള ഒരു സൂചന കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത്. ഒരുപക്ഷെ അത് പുറത്ത് ഉള്ളവർക്കാണോ, ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിൽ നേരത്തെ ബന്ധമുള്ളവർക്കാണോ, അതിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്കാണോ, അധികാരവർഗത്തിൽ ഏതെങ്കിലും ഉള്ളവർക്കാണോ എന്നുള്ള സൂചന ഇനി പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടിയിരിക്കുന്നു. പക്ഷെ പത്മകുമാർ യാതൊരു സംശയവുമില്ല. കാരണം ഒരു 4-5 തവണ കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയതാണ്. ആദ്യമായിട്ടാണ് പത്മകുമാറിന്റെ ഭാഗത്ത് ഇത്തരം ഒരു പ്രതികരണം ഇപ്പോൾ എത്തുന്നത്. എന്തായാലും പത്മകുമാറിന്റെ പ്രതികരണം നമുക്ക് ശ്രദ്ധയോടെ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ദൈവതുല്യർ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് അയ്യപ്പൻ നോക്കിക്കോളും, എന്തായാലും നോക്കാം, കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് എത്തുന്ന പ്രതികരണം. എന്തായാലും ഈ വിഷയത്തിൽ ആരെ ചില്ലറയോ പത്മകുമാർ നോട്ടമിടുന്നു, അല്ലെങ്കിൽ പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഇതിൽ ഉൾപ്പെടാൻ ഉള്ളവരുണ്ട് എന്നുള്ള സൂചനയാണ് പത്മകുമാർ നൽകുന്നത്. എന്നാലും മാധ്യമപ്രവർത്തകർ കൂടി കാര്യത്തിൽ വിമർശനമുണ്ട്. ഈ വിഷയം ഇങ്ങനെ തുടർച്ചയായി വാർത്തയാക്കുന്നു, തുടർച്ചയായി പ്രതികരണം തേടുന്നു, തുടർച്ചയായി ഈ വിഷയത്തിൽ ആഴത്തിലുള്ള വാർത്തകൾ വരുന്നു. അതിൽ പത്മകുമാറിന് വലിയ അമർഷമുണ്ട്. കാരണം നേരത്തെ തന്നെ പത്മകുമാർ ഇക്കാര്യത്തിൽ പറഞ്ഞത് തന്നെ മാത്രം വേട്ടയാടുന്നു, തനിക്ക് മാത്രമല്ല ഇതിൽ പങ്ക്, കൂട്ടുത്തരവാദിത്തമാണ്. അതിൽ കൂട്ടുത്തരവാദിത്തത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ് വരേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് എത്തേണ്ടത് എന്നുള്ളതായിരുന്നു പത്മകുമാർ തുടക്കത്തിൽ തന്നെ പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ മാത്രമാണ് എൻ വാസുവിനും പത്മകുമാറിനും ശേഷം ഈ വിജയകുമാറിലേക്കും ശങ്കർദാസിലേക്കും അടക്കം കേസ് അന്വേഷണം എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനിയും പേരുകൾ എത്തണം, ഇനിയും ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമാണെന്ന നിലപാടാണ് പത്മകുമാർ ഇക്കട്ടത്തിൽ സ്വീകരിക്കുന്നത്. വിജയകുമാർ കൊടുത്തിരിക്കുന്ന അദ്ദേഹം പറയുന്നത് ഈ പത്മകുമാറിനെ പൂർണ്ണമായി വിശ്വസിച്ചു, സഖാവ് പറഞ്ഞ പേപ്പറിലൊക്കെ ഞാൻ ഒപ്പിട്ടു, അതല്ലാതെ വ്യക്തിപരമായി എനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് വിജയകുമാർ അടക്കം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെയും പത്മകുമാറിനെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്ന മൊഴികളാണ്. അപ്പോൾ അതിലൊരു അസ്വസ്ഥതയൊക്കെ പത്മകുമാറിൻ്റെ വാക്കുകളുണ്ടെന്ന് തോന്നുന്നു. വേട്ടപ്പട്ടികളല്ലെന്നും ശൗന്തീനികളല്ലെന്നും ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് അറിയില്ല. പക്ഷേ ബലിയാടാക്കാണെന്ന ചോദ്യത്തിന് അത് നമുക്ക് നോക്കാം. എന്നാൽ ഇനിയും കുറേയധികം കാര്യങ്ങൾ ഉള്ളിൽ പറയാൻ ബാക്കിയുണ്ട് എന്ന ഒരർത്ഥത്തിൽ എന്ന ചില വാക്കുകൾ കൂടി വായിച്ചെടുക്കാവുന്ന രീതിയിൽ പത്മകുമാറിന്റെ ദീർഘനാളിന് ശേഷമുള്ള പ്രതികരണം കൂടി പ്രേക്ഷകർ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.